ഒരാളങ്ങനെ അടിക്കാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ഇഷ്യൂ, ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ ഇഷ്യൂ ഈ ജയിലിൽ നടന്ന ഒരു സീനാണ്. അതായത് ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള ഇഷ്യൂ. അപ്പോൾ ഈ ഇഷ്യൂ നടന്നതിന് ശേഷം ഒരു വലിയ കൂട്ടം ആളുകൾ ജാസ്മിനെ ന്യായീകരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര്, ഞാൻ ഒരുപാട് കമൻറ്റ് കാര്യങ്ങളെല്ലാം വായിച്ച്, ജാസ്മിനെ മനഃപൂർവ്വം ജിൻഡോ പെടുത്തിയതാണ് അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു ലൈവിലല്ല കമൻറ്റുകളിൽ. അപ്പോൾ ഞാൻ അത് ചോദിക്കുന്നത്, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യം, ഈ ഇഷ്യൂ, ഇതേ ഇഷ്യൂ, അതായത് ഈ അടിക്കുന്നൊരു ഇഷ്യൂ, അടിക്കുന്ന അത്ര വലിയ അടിയൊന്നും നടന്നത് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അടിച്ച ഇഷ്യൂ ഇതേ ഫോഴ്സിൽ ജിൻഡോ ജാസ്മിനെയാണ് അടിച്ചിരുന്നെങ്കിൽ അവിടെ നടക്കുന്ന വിഷയം എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും ഹൗസിലുള്ളവർ ഹാൻഡിൽ ചെയ്യണത്. അതേസമയം ആ സീനിൽ ജിൻഡോ ഗബ്രിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉള്ള സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു സിറ്റുവേഷൻ ഏത് രീതിയിൽ പോയേനെ, ഗബ്രി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ, അതായത് ജാസ്മിനെയാണ് ജിൻഡോ അടിച്ചതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഫിസിക്കൽ അസോൾട്ട് വിളിച്ച് ജിൻഡോയെ ഇന്നത്തെ ദിവസം പുറത്താക്കിയിട്ട് അവർ അടങ്ങുള്ളായിരുന്നു. ഉറപ്പുള്ള കാര്യമാണ്. അതായത് ഗബ്രി ഒന്ന് തോണ്ടിയാൽ വിഷയം ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ് ഗബ്രി അതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഇത് തിരിച്ച് ജിൻഡോയെ ചെയ്തത് തിരിച്ച് ജിൻഡോ ജാസ്മിനെയാണ് ചെയ്തിരുന്നെങ്കിൽ ഏത് ലെവലിൽ പോയാൽ ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെ നടന്നേനെ അവിടെ. എന്നിട്ട് ഈ ജിൻഡോനെ ജാസ്മിനെ അടിച്ചിട്ട് ഹൗസിലുള്ള ഒരാൾ പോലും ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആകെ അവിടെ ചോദിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, നന്ദന. ബാക്കി എല്ലാവരുടെ ബാക്കി എത്ര പേരുണ്ട്, 16 പേര്, 15 പേരുടെ വായിൽ നിന്നൊരു പഴം വരുന്നത് ഒരാൾ പോലും അതിനെ ചോദിച്ചില്ല. നന്ദന അത് എടുത്തെടുത്ത് ചോദിച്ചിട്ട് പോലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. ഇത്രയും മോശമായിട്ടുള്ളൊരു കാര്യം അതിൻ്റെ അകത്ത് നടന്നിട്ട് ഒരാൾക്കും ചോദിക്കാനില്ല. കാരണം എന്താണ്, അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ജിൻഡോ ആണ്. അവിടെ നേരെയോ ഇൻഡയറക്റ്റായിട്ടോ എല്ലാവരുടെയും ടാർഗറ്റ് ജിൻഡോ ആണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരാൾക്ക് പോലും അതിനകത്ത് ജിൻഡോനെ സപ്പോർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമില്ല. ഒരു ആവശ്യം വരുമ്പോൾ, അതായത് ജിൻഡോൻ്റെ ഒരു പവർ ആവശ്യം വരുന്ന ടൈമിൽ എല്ലാവരും കൂടി ഓടിപ്പോയി ജിൻഡോൻ്റെ കാലിൽ കിടന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടാണ്. അതിലൂടെ പവർ ടീമിൽ കയറിയ ആളുകളാണ് ഇപ്പോഴും പവറിൽ കിടക്കുന്നത്. ഈ ശരണ്യ ഋഷിയൊക്കെ ജിൻഡോയുടെ കാല് പിടിച്ചിട്ട് കയറി പവർ ടീമിൽ കയറിയതാണ്. ജിൻഡോ ആ ഒരു വടംവലി മത്സരത്തിൽ വലിച്ചിട്ടതുകൊണ്ട് സ്വന്തം ടീമിലെ കംപ്ലീറ്റ് ആളുകൾ ഓപ്പോസിറ്റ് ടീമിൽ പോയിട്ടും ജിൻഡോ ഒറ്റയ്ക്ക് ഇപ്പുറത്ത് വന്ന് വലിച്ചു കയറ്റിയിട്ട് ആളുകളാണ്. അങ്ങനെ കയറിയ ആളുകൾ പോലും ജിൻഡോനെതിരായിട്ടാണ് നിൽക്കുന്നത്. ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിൽ സഹിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, ശ്രീരേഖയുടെ വെറുപ്പിക്കലാണ്, അന്യായ വെറുപ്പിക്കൽ. എന്ത് പറഞ്ഞാലും കറങ്ങി തിരിഞ്ഞൊരു ഡ്രാമാറ്റിക് രീതിയിൽ ഉള്ളൊരു സർക്കാസ്റ്റിക് ലെവലിലുള്ളൊരു സംസാരമുണ്ട്. എൻ്റെ പൊന്ന് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ആ ഒരു രീതിയിൽ സംസാരിച്ചുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്ന ആരാണ്, ജിൻഡോയെ. ജിൻഡോ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഇറിറ്റേഷൻ പുള്ളിക്കാരിക്ക് ഉണ്ടാവുന്നത്. ജിൻഡോ മൈൻഡ് ചെയ്യുന്നില്ല. ശ്രീരേഖ എന്നുള്ളൊരു ക്യാരക്ടർ അവിടെ എന്ത് തേങ്ങ കാണിച്ചാലും ജിൻഡോ മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ കിടന്ന് എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ്. ഒരു സൈക്കോളജിസ്റ്റാണ്. എന്നിട്ടാണ് ഈ ഒരു ലെവലിൽ, വെറും തറ ലെവലിലാണ് കിടന്ന് പുള്ളിക്കാരി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൻഡോക്കെതിരായിട്ട് വരുമ്പോൾ മാത്രം മൊത്തത്തിലൊരു ഡ്രാമാറ്റിക് രീതിയിൽ ചെയ്യുമ്പോൾ അത് ആ ഒരു ആക്റ്റൊക്കെ നല്ലതായിരുന്നു. അവർ മറ്റേ ഒരു ഓർഗൻ ഡൊണേഷൻ്റെ ഇതൊക്കെ ചെയ്തൊക്കെ നല്ലതായിരുന്നു അതൊക്കെ. പക്ഷേ ഇപ്പോഴും അതിൽ നിന്ന് ലാലേട്ടൻ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് തോന്നുന്നത്. അതിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടില്ല. ഇപ്പോഴും ആ ആക്ടിങ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പവർ റൂമിലോട്ട് കയറിയ പിന്നെ കുറച്ച് കൂടിയെന്ന് തന്നെ പറയണം. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ ജിൻഡോയെ ജാസ്മിൻ അടിച്ചത്, ഈ ഒരു കാര്യം ലാലേട്ടൻ ചോദിക്കുമോ, ലാലേട്ടൻ ഇതിനെതിരെ ആക്ഷൻ എടുക്കുമോ? ചെറിയൊരു ആക്ഷൻ കാണിച്ചു, ഒന്ന് വായ കൊണ്ട് പറയ പോലുമല്ല, ഒരു ആംഗ്യം കാണിച്ചതിൻ്റെ പേരിൽ ഒരാളെ എന്തോരം ടോർച്ചർ ചെയ്തെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടതാണ്. ഈ ഒരു ഫിസിക്കൽ അസോൾട്ട് ലാലേട്ടൻ ചോദിക്കും, ഇതിന് ഏത് രീതിയിൽ പണിഷ്മെൻറ്റ് കൊടുക്കും. എല്ലാവരും ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇടുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം തന്നെ അവർ തീരുമാനിച്ചാണ്, അവർ കിടക്കുന്ന സ്ഥലമെല്ലാം തീരുമാനിച്ചു. അവർ നല്ല കോംപ്രമൈസ് ആയിട്ടുള്ള രീതിയിലാണ് പോയത്. ജിൻഡോ വന്ന് അവിടെ ബെഡ്ഷീറ്റ് വിരിക്കുന്നതും അവിടെ ജിൻഡോ കിടക്കുന്നതും അതൊന്നും ജാസ്മിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഉറങ്ങിപ്പോയ ജിൻഡോ കൂർക്കം വലിച്ചപ്പോഴാണ് ജാസ്മിന് പ്രശ്നമായത്. ഇതെന്ത് മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടാണ് ജാസ്മിൻ ഉറങ്ങിയ ആളെ വിളിച്ച് എണീപ്പിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ പലരും പറയുന്നത് ഉറങ്ങിയതല്ല, ഉറക്കം അടിച്ചു കിടന്ന ജിൻഡോ ആണെന്ന്. എനിക്ക് കണ്ടിട്ട് അത് ഉറങ്ങി. ഇത് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ ജിൻഡോനെ അറിയാമെങ്കിൽ ജിൻഡോ സിനിമയിലൊക്കെ അഭിനയിച്ച് വേറെ ലെവലെത്തേണ്ട ആളാണ്. അങ്ങനെ അവിടെ കൂർക്കം വലിച്ച് പോകുക. അങ്ങനെ രാവിലെ മുതൽ ഉറങ്ങിയാണ്. എവിടെ വിളിച്ചിരുത്തിയാലും അവിടെ ഇരുന്ന് ഉറങ്ങുന്ന ഒരു മനുഷ്യനായിരുന്നു ഇന്ന്. ഇന്നത്തെ ദിവസം അത്രയും ടയർഡാണ് അയാൾ. അങ്ങനെ ജയിലിൽ കിടന്ന് ഉറങ്ങിയിട്ട് അത് അഭിനയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? അത്രയും ടയർഡായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ എത്ര തവണ കാണിച്ച് അങ്ങനെ ഇരുന്ന് ഉറങ്ങണത്. നന്ദനയൊക്കെ കൂടെ നടക്കുകയായിരുന്നു. ഇങ്ങനെ ഉറങ്ങിപ്പോയി മറ്റേ ബോണസ് കെട്ടാൻ വേണ്ടിയിരിക്കാനായിട്ട് നന്ദന കൂടെ നടക്കുകയാണ് ഉറങ്ങിപ്പോലെന്ന് ചോദിച്ചിട്ട്. ആ മനുഷ്യൻ അതിൻ്റെ അത് കയറി കിടന്നുള്ള പണി മുഴുവൻ എടുത്തിട്ട് കിടന്നുറങ്ങി. ഉറങ്ങിയ ആളെ കൂർക്കം വലിച്ചപ്പോഴാണ് ജാസ്മിന് പൊളിഞ്ഞത്. അതിനു മുന്നേ സിഗരറ്റ് ഇഷ്യൂവിൽ ഒരുപാട് ട്രൈ ചെയ്യാൻ നോക്കി ജാസ്മിൻ. ജിൻഡോനെ ഒരുപാട് പ്രൊവോക്ക് ചെയ്യാൻ നോക്കി. ജാസ്മിൻ പറയുന്നത് അതിൻ്റെ അകത്ത് സ്മെല്ലുണ്ട്. എത്ര തവണ ഹൗസിലുള്ള എല്ലാവരും വന്ന് ജാസ്മിൻ അത് പറഞ്ഞപ്പോഴേക്കും ജിൻഡോ സിഗരറ്റ് വലിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ആ ഹൗസിലെ ഏറ്റവും വലിയ ഇഷ്യൂ ആയി മാറിയത്. ജിൻഡോ വലിച്ചോ എത്ര തവണ, ശ്രീതു തന്നെ 2 തവണ കയറി നോക്കി, ഋഷി കയറി ചെക്ക് ചെയ്യുന്നു, ഗബ്രി കയറി ചെക്ക് ചെയ്യുന്നു. ഇതെല്ലാം പോട്ടെ,
ഒരാളുടെ ഒരു പേഴ്സണൽ ഐറ്റംസ് കീപ്പ് ചെയ്യുന്ന ഒരു കബോർഡ് തുറന്ന് അയാളുടെ പേഴ്സണൽ ഐറ്റംസ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമായിട്ടുള്ള കാര്യമാണ്. ശ്രീതും ഗബ്രിയും കൂടി ശ്രീതും അർജുനും കൂടി പോയിട്ട് പുള്ളിയുടെ ബാഗ് ചെക്ക് ചെയ്യുന്നു, ലൈറ്റർ സിഗരറ്റും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് അയാളുടെ പേഴ്സണൽ ഐറ്റംസ് സെർച്ച് ചെയ്യുന്നു. അത് ഏത് രീതിയിലാണ് അതിനെ ആയിരിക്കുന്നത്? അത് സെർച്ച് ചെയ്യുന്ന അർജുൻ തന്നെ പറയുന്നത് നമ്മളൊരാളുടെ പേഴ്സണൽ ഐറ്റംസ് ഇങ്ങനെ നോക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് അർജുൻ പറയുന്നുണ്ട്. എന്നിട്ട് പോലും അവിടെ ഒരാളും അതിന് സംസാരിക്കുന്നില്ല. ഇതേ സമയം ജാസ്മിൻ്റെയോ അല്ലെങ്കിൽ ഗബ്രിയുടെയോ ഒരു കബോർഡാണ് ഇതുപോലെ പോയി പരിശോധിക്കണമെങ്കിൽ ഇവരെ വിടുവോ? എത്ര രീതിയിൽ അവർ പ്രശ്നം ഉണ്ടാക്കിയാനെ. ജിൻഡോ ആയതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഹൗസിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലോട്ട് വരുമ്പോൾ രാവിലെ തന്നെ ദിലീപ് വന്ന വിഷയമാണ് നമ്മൾ കണ്ടത്. വളരെ നല്ല രീതിയിൽ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിട്ട് പോയി. അതായത് സീസൺ 6 ആളുകളെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും എന്തായാലും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രൊമോഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് കാശ് ഉണ്ടാക്കാമെന്നായിരിക്കും ഷോ ഡയറക്ടർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ദിലീപ് വന്ന് അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ട് പോയി. കൂടുതൽ വെറുപ്പിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, നല്ല രീതിയിൽ തന്നെ പോയി. പക്ഷേ അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു അടി, അതായത് കിച്ചണിൽ നടന്നൊരു അടിയാണ് എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത്. അതിനെ തുടർന്നല്ല, അതിനെ ബേസ് ചെയ്ത് നടന്നൊരു അടി. കാരണം ബിഗ് ബോസ് രാവിലെ തന്നെ വിളിച്ച് പറയാണ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക, പ്രസ് മീറ്റ് ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടൊരു അടിയാണ് പിന്നെ കാണുന്നത്. കാരണം എല്ലാവരും റെഡിയാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റും ഇല്ല, ചായയില്ല, ഒന്നുമില്ല. അവിടെ ആകെ കിച്ചൺ ടീമിൽ ആകെ 3 പേരുള്ളൂ. അത് പറ്റിയ ടീമുകളാണ്. ജാസ്മിൻ, ജിൻഡോ, അൻസിബ 3 പേര് ഒരു രീതിയിലും കണക്ട് ആവാത്ത ആൾക്കാരാണ് ആ ടീമിലുള്ളത്. അവിടെ കുറ്റം കംപ്ലീറ്റ്ലി ശ്രീധുവിൻ്റെ ഭാഗത്താണ്. ഒരാൾ എക്സ്ട്രാ വന്നിട്ട് പോലും ശ്രീധു അവിടെ ഇട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഓൾറെഡി ആൾ കുറവായിട്ട്, അതായത് സിജോ അതിൻ്റെ അകത്തോട്ട് വന്ന് ഏത് ടീമിലോട്ട് വന്ന് ബിഗ് ബോസ് ശ്രീധുവിനോട് ചോദിച്ചപ്പോൾ ശ്രീധു വേറെ ടീമിൽ കൊണ്ട് ഇട്ടു. ഓൾറെഡി ആളുകളുള്ള ടീമിലോട്ട് സിജോനെ കൊണ്ട് ഇട്ടു. അത് ശ്രീധുവിൻ്റെ ഒരു ഗെയിമായിരുന്നു. കാരണം അവിടെ ഓൾറെഡി അത്യാവശ്യം നല്ല കളിക്കുന്ന ആൾക്കാരാണ്. ജാസ്മിൻ ആയാലും ജിൻഡോ ആയാലും അത്യാവശ്യം നല്ല കളിക്കുന്ന ആളുകളാണ്. അതിൻ്റെ ഇടയിലോട്ട് സിജോയും കൂടി കയറി കഴിഞ്ഞാൽ ഇവരുടെ ടീം ഒരു അൺസ്റ്റോപ്പബിൾ ടീമായി പോകുന്ന ശ്രീധുവിന് അത് തോന്നിയിട്ടുണ്ടാവണം. കാരണം ഇവർ ഒരുമിച്ച് നിന്ന് കളിച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആണല്ലോ എല്ലാവരും. എല്ലാ ടാസ്കിലും മികച്ച് നിൽക്കാൻ പറ്റിയ ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അൻസിബയുണ്ട്, ജാസ്മിൻ ആയാലും അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നതാണ്. ഇനി ഫിസിക്കൽ ടാസ്ക് വന്നാൽ സിജോ ജിൻഡോ ഒരേപോലെ നിൽക്കും. ആ ഒരു കാര്യം കൊണ്ടാണ് ശ്രീധു നൈസായിട്ട് അവിടെ ഒരു ഗെയിം കളിച്ച് സിജോനെ വേറെ ടീമിൽ കൊണ്ടിട്ടു. അത് ഓൾറെഡി ഒരു കിച്ചൺ ടീം കൂടിയാണ്, കൂടുതൽ ആളുകൾ വേണ്ട ഒരു ടീമാണ്. അതിലോട്ട് പോലും അതുപോലെ ചിന്തിക്കാണ്ട് ശ്രീധു നൈസായിട്ട് സിജോനെ മാറ്റി. അപ്പോൾ തന്നെ കിച്ചൺ ടീം തകർന്ന്. പിന്നെ അവിടെ ഗെയിം കളിച്ചത്, അവിടെ ആ ഒരു കാര്യം മുതലെടുത്ത് ഗെയിം കളിച്ചത് അൻസിബയാണ്. അൻസിബയുടെ ഗെയിം, അൻസിബ വെറുതെ വെട്ടിക്കയറിയിരുന്ന കഥ പറച്ചിൽ മാത്രമൊന്നുമല്ല, അൻസിബയുടെ ഗെയിമാണ് ഇന്ന് ജാസ്മിൻ ജയിലിൽ കിടക്കുന്ന സിറ്റുവേഷൻ വരെ എത്തിച്ചത്. കാരണം ഈ ആഴ്ച കംപ്ലീറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം, എപ്പോൾ നോക്കിയാലും അൻസിബ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് കണ്ടിരുന്നത്. അൻസിബ അത് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം ഓൾറെഡി നല്ല മടിയുള്ള പെണ്ണാണ് ജാസ്മിൻ. പിന്നെ ജിൻഡോൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ജിൻഡോ അവിടെ ഇവിടെ പാറി പറഞ്ഞ് നടക്കുന്ന ഒരാൾ. അപ്പോൾ അൻസിബ അവിടെ കളിച്ച കളി ഒറ്റയ്ക്ക് നിന്ന് ഹാൻഡിൽ ചെയ്തു എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ ജാസ്മിൻ്റെ മടി അവിടെ അൻസിബ യൂസ് ചെയ്യായിരുന്നു. അത് എന്തായാലും അടിപൊളി പ്ലേ ആണ്, അതെനിക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ തന്നെ ചെയ്യണം. ഒരു പരിധി വരെ അത് നൈസ് ഗെയിമാണ്. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഇന്ന് ജയിലിൽ പോയത്. എല്ലാവർക്കും മനസ്സിലായി. കാരണം ഇപ്പോൾ നോക്കുമ്പോഴും അൻസിബ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നു. ജിൻഡോ ആണെങ്കിൽ പിന്നെ പണിഷ്മെൻറ്റിൻ്റെ രീതിയിൽ 3 ദിവസം പാത്രവും കഴിയിട്ടുണ്ട്. അവിടെ പറയാം, ജിൻഡോനെ എന്തായാലും പിന്നെ ജയിൽ നോമിനേഷനിലോട്ട് പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല. അവിടെ ആകെയുള്ളൊരു ഓപ്ഷൻ ജാസ്മിനാണ്. അത് കത്തി അടിപൊളിയായിരുന്നു. ജാസ്മിൻ ആണെങ്കിൽ രാവിലെ മുതൽ എല്ലാവരും പുറകെ കടന്ന് പറയായിരുന്നു, എന്നെ ജയിൽ നോമിനേറ്റ് ചെയ്യില്ല, വയ്യാണ്ടിരിക്കുകയാണ്, ഇന്ന് നോമിനേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറകെ കിടക്കായിരുന്നു. എല്ലാവരും പറഞ്ഞു ഓക്കെ ഞങ്ങൾ ചെയ്യില്ല, ശരിയാക്കി തരാമെന്നുള്ള രീതിയിൽ അടിച്ച് കയറ്റി വിട്ടിട്ടുണ്ട് ജയിലിലോട്ട്. അപ്പോൾ തന്നെ ജാസ്മിൻ പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ ജാസ്മിൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ, എൻ്റെ ദൈവമേ, ഈ പെണ്ണിൻ്റെ വീട്ടുകാരിത് കാണുമ്പോൾ അവരുടെ മൈൻഡിൽ എന്തായിരിക്കും ചിന്ത? വാപ്പയും ഉമ്മയൊക്കെ കാണുമ്പോൾ അതെങ്കിലും ചിന്തിക്കണ്ടേ? ഇവിടെ അങ്ങ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ക്യാമറ ഉണ്ടെന്നോ മൈക്ക് ഉണ്ടെന്നോ ഒന്നും ചിന്തിക്കാണ്ട് അങ്ങ് അഴിഞ്ഞാടാണ്. ഇവളുടെ സ്വന്തം കുടുംബത്തിൽ കാണിക്കുന്ന രീതിയിലാണെന്ന് തോന്നുന്നത് ഇവളിൻ്റെ അകത്ത് പെരുമാറുന്നത്. നമ്മളൊരു ആളുകളുടെ ഇടയിൽ, അതായത് ഒരു സ്പേസിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ചുറ്റും എത്ര ആളുകളുണ്ട് അവരെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്ത് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ നിൽക്കാൻ. അല്ലാണ്ട് നമ്മൾ സ്വന്തം കുടുംബത്തിൽ കാണിക്കുന്ന കാര്യങ്ങൾ അവിടെ പോയി കാണിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. അതായത് ജാസ്മിൻ്റെ ആക്ഷനിൽ നിന്ന് നമ്മൾ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ജാസ്മിൻ വളർന്നു വന്നത് വളരെ റോങ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെന്ന് തോന്നുന്നു. കാരണം ഈ സംസാരിക്കുമ്പോഴൊക്കെ ഈ കയ്യൊക്കെ അടിച്ചിട്ടുള്ള ഒരു ആക്ഷനിലൊക്കെ സംസാരിക്കുന്നില്ലേ, അച്ചു വളരെ മോശമാണ്. എന്ത് പറയാനാണ് ഈ പെണ്ണിനെ പറ്റി? ഈ പെണ്ണിനെ ഈ സീസൺ 6 എന്നല്ല, ബിഗ് ബോസിൻ്റെ മലയാളത്തിൽ ഇത്രയും അധികം ആൾക്കാർ തെറി പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഇല്ല. അത്രയും നെഗറ്റീവായി അങ്ങ് അറ്റത്ത് എത്തിയിട്ടുണ്ട്. കാരണം അതാണ് നേച്ചർ, ബേസിക് നേച്ചർ. 1-2 ദിവസമൊക്കെ നമുക്ക് പിടിച്ചെടുക്കാം. പോട്ടെ, മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അത്രയൊക്കെ നമുക്ക് സ്വന്തം ക്യാരക്ടർ മാറി നമുക്കൊരു നല്ലൊരു ക്യാരക്ടറിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരുടെയും എത്ര വലിയ മൈൻഡ് ഗെയിമറാണ്, എത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ ഒറിജിനൽ സ്വഭാവം എന്താണ്, നമ്മൾ കുടുംബത്തിൽ കാണിച്ച ക്യാരക്ടർ എന്താണോ അത് പുറത്ത് വരും. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അവൾ വളർന്നു വന്നത്. എനിക്ക് ജാസ്മിൻ്റെ ചില നേരത്തെ തർക്കങ്ങളൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഈ വീടുകളിലൊക്കെ ഈ മതിലുകളൊക്കെ വന്നെ പിന്നെ വേലികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഈ വേലി തർക്കങ്ങളൊക്കെ ഉണ്ടാവില്ല. ഒരാൾ വേലി അപ്പുറത്തോട്ട് കയറ്റി ഒരാൾ വേലി ഇപ്പുറത്തോട്ട് ഇറക്കി കെട്ടി, അല്ലെങ്കിൽ ഇവിടുത്തെ ചവറെടുത്ത് അപ്പുറത്തിട്ട് എന്നൊക്കെ പറഞ്ഞ് രാവിലെ ഈ മുറ്റടിക്കാൻ ഇറങ്ങുന്ന കുറച്ച് ചേച്ചിമാരുള്ളൊരു തർക്കങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ഒരു ലെവല്, അതായത് ആ ഒരു തർക്കങ്ങൾ എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്ട്രീമിലോട്ട് പോകും. അപ്പോൾ ബാക്കിയുള്ള അയൽവക്കത്തുള്ള വീട്ടുകാരൊക്കെ പോയി നോക്കിക്കും അവിടെ എന്താ നടക്കുന്നത് അറിയാനായിട്ട് ഇങ്ങനെ നോക്കിക്കും. അപ്പോൾ ഈ ഒരു ക്യാരക്ടറാണ് ജാസ്മിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ആ ഒരു ലെവലിൽ വെറും ലോ ലെവലിലുള്ള ക്യാരക്ടറായിട്ട് തോന്നുന്നത്. ഒരുപാട് പേര് ന്യായീകരിച്ച് കമൻറ്റ് ഇടുക എന്നുള്ള കാര്യം എനിക്കറിയാം. എന്തായിട്ട് എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ ഓപ്പണായിട്ട് പിന്നെ ജയിലിൽ കിടക്കുന്ന ജാസ്മിൻ്റെ വായെന്ന് വരുന്ന കുറച്ച് വാക്കുകളുണ്ട്. അതായത് ജിൻഡോ കാക്ക മാറിക്കിടക്ക്, മുട്ടിക്കിടക്കല്ലേ, കാലിൻ്റെ അടുത്തോട്ട് വരല്ലേ, മാറിക്കിടക്ക്, മുട്ടിക്കിടക്കാനാണെങ്കിൽ വേറെ നോക്കുന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു സംസാരം. എൻ്റെ പൊന്ന് ജാസ്മിനെ ഉള്ള കാര്യം പറയാല്ല, ഈ ബിഗ് ബോസിൻ്റെ ഈ 48 ഡേയ്സ് കണ്ടിട്ടുള്ള ഏത് മലയാളി പയ്യന്മാർക്കും ഒരുത്തന് പോലും നിന്നെ മുട്ടിക്കിടക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല. ആകെ ഒരൊറ്റൊരാൾക്ക് ഈ ലോകത്ത് എനിക്ക് തോന്നുന്നത് അതിനുള്ളൊരു മൈൻഡ് സെറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് ഗബ്രിയാണ്. ആ ഒരു ഗബ്രിയുടെ മൈൻഡിൽ ചിന്തിക്കുന്ന ഒരു മലയാളി പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. നിന്നെ ഈ ഒരു 48 ദിവസം ബിഗ് ബോസിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള ഒരുത്തനും നിന്നെ മുട്ടിക്കിടക്കണമെന്നോ നിന്നെ കെട്ടിപ്പിടിക്കണമെന്നോ ഒന്നും ചിന്തിക്കില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ ജിൻഡോനെ പോലത്തെ ഒരാൾ അങ്ങേരും നീ തമ്മിൽ എത്ര പ്രായ വ്യത്യാസമുണ്ട്. ആ ഒരു ബഹുമാനമെങ്കിലും കൊടുക്കണ്ടേ? പ്രായത്തിൻ്റെ ബഹുമാനത്തിലെങ്കിലും നിനക്ക് സംസാരിച്ചൂടെ? നിന്നെ മുട്ടിക്കിടക്കേണ്ട ഒരു ഗതികേട് അങ്ങേർക്ക് വന്നിട്ടില്ല എന്ന് തന്നെ, അങ്ങേർക്ക് നല്ല ഒരാൾക്കും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് നീ ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഈ ജിൻഡോൻ്റെ ഇടയിൽ ജിൻഡോ മുട്ടാൻ വന്നിട്ട് ഒരുമാൻ വരുന്നു എന്നുള്ള സംസാരം നീ നിർത്ത്. അത്ര കഥ വധിച്ചിട്ടില്ല ഈ ജിൻഡോ എന്നുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ടങ്ങ് ഓവറായി പോകും. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ വെറും മോശം ലെവലിൽ നമ്മൾ സംസാരിക്കേണ്ടി വരും. എന്തായാലും നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് എന്തൊക്കെ ടെസ്റ്റ് ഇറക്കുമെന്ന് നോക്കിയിട്ട് ആരൊക്കെ ഇനി പുറത്താവുമെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതുവരെ ബൈ.